പുരാവസ്തുക്കളുടെ തട്ടിപ്പുകളുടെ വാർത്തകൾ നിറയുന്ന ഇക്കാലത്ത് അപൂർവ വസ്തുക്കളുടെ ഒരു വമ്പൻ ശേഖരവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ആന്റണി ചിറ്റാറ്റുകരയോടൊപ്പമാണ് ഇന്ന് ഷാവോയ്സ്. ഏവർക്കും ഷാവോയ്സിന്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പത്രങ്ങളിൽ പുരാവസ്തുക്കളെ സംബന്ധിച്ച തട്ടിപ്പ് വാർത്തകൾ നിറയുന്ന ഒരു കാലമാണ്. മാഷ് എങ്ങനെയാണ് ഈ പുരാവസ്തു ശേഖരണത്തിലേക്ക് എത്തിച്ചേർന്നത്? എൻ്റെ നാട് ഞാൻ ചിറ്റാറ്റങ്ങാടിയിലായിരുന്നു. പൊതുവെ നമ്മുടെ നാട്ടിൽ മുഴുവൻ ജീവിതം ഏറ്റവും പ്രിമിറ്റീവ് രൂപത്തിലായിരുന്നു. എന്ന് വെച്ചാൽ കറണ്ടില്ല, സാധാരണ ഫോൺ പോലും ഇല്ല, റേഡിയോ ഇല്ല, ടി വിയിലെ കാര്യം പിന്നെ പറയാനുമില്ല, റോഡ് ടാർ ചെയ്തിട്ടില്ല, ബസ് ഗതാഗതം പോലും ചിറ്റാട്ടുകരയില്ല. ചുരുക്കത്തിൽ കുട്ടികൾക്ക് വീടിനകത്തിരുന്ന് നേരം കളയാൻ ഈ പടവട്ട ഇതുപോലുള്ള കളികൾ മാത്രമാണ്. ആ കാലത്ത് പല കുട്ടികളുടെയും ഒരു വിനോദം തീപ്പെട്ടിപ്പടം ശേഖരിക്കലായിരുന്നു. അത് അന്ന് കുട്ടികളുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു രീതിയായിരുന്നു. പല കൊല്ലത്തെ കണക്കിനോട് ദിവസത്തിൽ ഇത് എത്തിച്ചു വയ്ക്കും. അത് പ്രൈമറി ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂളിൽ എത്തുമ്പോൾ സാധനം കുട്ടികൾക്ക് അതിനുള്ള താല്പര്യം പോയി. എനിക്കത് താല്പര്യം പോയില്ല. ഞാൻ പിന്നെ അത് സ്റ്റാമ്പ് കളക്ഷനിലേക്ക് കളഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നുകൊണ്ട് വീട്ടിൽ കത്തുകൾ ധാരാളം വരും. അപ്പോൾ ആ കത്തുകൾ സ്റ്റാമ്പൊക്കെ എടുത്ത് അത് ഈ പറഞ്ഞ മാതിരി ചോറ്റുപറ്റി തേച്ച് ബസ്സിൽ ഒട്ടിച്ച് വയ്ക്കും. അങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ആ സ്റ്റാമ്പിൻ്റെ പണി കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ഹോബി അങ്ങനെ ഈ തീപ്പെട്ടിപ്പടത്തിൽ നിന്ന് സ്റ്റാമ്പിലേക്ക് തിരിഞ്ഞു. അതിൻ്റെ കൂടെ എടുക്കാത്ത കാശ് എന്ന് പറയുന്നത് കാലാഹാരപ്പെട്ട കാശ്, അത് ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡിഗ്രി എടുക്കുമ്പോൾ എനിക്ക് വയസ്സ് 19. അപ്പോൾ ഡിഗ്രി എടുക്കുമ്പോഴാണ് നമുക്ക് ജോലിയാവുന്നത്, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ഫറോക്കിലാണ്. ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തായിരുന്നു. പിന്നെ ജോലി ചെയ്തതും കോഴിക്കോട് ഭാഗത്തായിരുന്നു. അന്ന് ആ കാലത്ത് ഞായറാഴ്ചകളിൽ കോഴിക്കോട് മുട്ടായി തെരുവിൻ്റെ ഫുട്പാത്തിൽ ഈ പഴയ ഓടിൻ്റെ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്ന് വയ്ക്കും. അത് വിൽക്കാൻ കൊണ്ടുവന്ന് വയ്ക്കാന്ന് പറഞ്ഞാൽ അന്ന് അതിനൊക്കെ നിസ്സാര വിലയാണ്. നിസ്സാര വില എന്ന് പറയാൻ നമ്മുടെ ശമ്പളം കുറവാണ്. അന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം മേടിച്ചുള്ള ശമ്പളം 103 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. അന്നൊക്കെ അത്ര ശമ്പളമുള്ളൂ. നിർമ്മാല്യ സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിർമ്മാല്യ സിനിമ അതിൻ്റെ മൂലകഥ പള്ളിവാളും കാൽച്ചെലപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. MD വാസുദേവൻ ഒരു ചെറുകഥയാണ്. ആ ചെറുകഥയുടെ അവസാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെളിച്ചപ്പാടിൻ്റെ മകൻ അല്പം ഉൽപ്പതിഷ്ണുമാണ്. ഈ വെളിച്ചപ്പാട് ഈ വക പരിപാടിയായിട്ട് നടന്നിട്ട് കുടുംബത്തിൻ്റെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് വെളിച്ചപ്പാട് ജീവനേക്കാൾ മൂല്യമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്ന വെളിച്ചപ്പാടിൻ്റെ ഈ പള്ളിവാളും കാൽച്ചെലമ്പും ഒരിക്കൽ വെളിച്ചപ്പാട് വരുമ്പോൾ പഴയ ഓട്ടുപാത്രങ്ങൾ വാങ്ങുന്ന ആൾക്ക് ഈ ചക്കനെ അത് തൂക്കം കൊടുക്കുകയാണ്, ഇയാളുടെ മകൻ. അതിലന്ന് വില പറഞ്ഞുള്ളത് റാത്തലിന് 4 അണയാണ്. റാത്തൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോ ആയിട്ട് കണക്കാക്കുക. അന്ന് റാത്തലാണെന്ന് കിലോഗ്രാമിനായിട്ടില്ല. അപ്പോൾ 1/2 കിലോന് അന്ന് വില വന്നിട്ടുള്ളത് 4 ആണെങ്കിൽ 25 പൈസ. അന്നത്തെ വില എത്രയാണ്? അപ്പോൾ ആ കാലത്ത് ഈ ഫുട്പാത്തിൽ സാധനങ്ങൾ പഴയ ഓടിൻ്റെ ചെറിയ സാധനങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ അന്നത്തെ സ്ഥലവില. അന്ന് ശമ്പളം കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ച് സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് മുതൽക്ക് എനിക്ക് ഈ മാതിരി പഴയ സാധനങ്ങളിൽ താല്പര്യം അന്ന് മുതൽക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എവിടെ ജോലി സംബന്ധമായിട്ട് പോകുമ്പോഴും യാത്രയായിട്ട് പോകുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലെ പൈസയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അത് വാങ്ങുന്ന വിഷയമില്ല. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പുരാവസ്തു ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ മുഴുവനായിട്ട് എനിക്ക് പരിചയമുണ്ട്. അതിൽ എൻ്റെ ഈ തകരാറുള്ള ആൾ ഞാൻ മാത്രമാകും. എന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഇത് വാങ്ങുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് തൃശ്ശൂർ ഈ സ്റ്റാമ്പ് കോയിൻസ് കളക്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ മെയിനായിട്ടുള്ള കാര്യം സാധനങ്ങൾ ഓപ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ള സാധനങ്ങൾ അവിടെ ഓപ്ഷൻ വയ്ക്കാം. അപ്പോൾ പലരും അവനവൻ്റെ കയ്യിൽ ഏതെങ്കിലും സാധനം നടന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്ഷൻ വയ്ക്കും. അപ്പോൾ അത് വിറ്റ് കിട്ടുന്ന കാശിന് വേറൊന്ന് വാങ്ങാം. അത് ആണ് ശരിയായ രീതി. പക്ഷേ എനിക്കാരും മനസ്സിലില്ല. എനിക്ക് എൻ്റെ കയ്യിലൊരു സാധനം 10 ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം കൈവിട്ട് പോകാൻ എനിക്ക് വിഷമമാണ്, വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര എണ്ണം കിട്ടിയാലും ഞാനത് സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ എനിക്ക് ആത്യന്തികമായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു മ്യൂസിയം എൻ്റെ വകയായിട്ട് സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് കളക്ഷനിലേക്ക് കടന്നത്. മാഷ കയ്യിലെ മഹാത്മാഗാന്ധിയുടെ അമൂല്യമായ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? എൻ്റെ കയ്യിൽ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വാസ്തുവിൽ എൻ്റെ കളക്ഷനിൽ ഏറ്റവും അപൂജ്യമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്ന സാധനം ഉണ്ടായിരുന്നു. ഗാന്ധിജി സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടുള്ള 8 കത്തുകളുണ്ടായിരുന്നു. അത് പലതും പോസ്റ്റ് കാർഡായിരുന്നു. ഗാന്ധിജി സാധാരണ കത്തയക്കാൻ ഇഷ്ടപ്പെട്ടത് പോസ്റ്റ് കാർഡായിരുന്നു. അങ്ങനെ 8 കത്തുകളുണ്ടായിരുന്നു. ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോയിട്ടുള്ള ഒരു ചർക്കാണ്. ആ ചർക്കയ്ക്ക് പെട്ടി ചർക്കാന്നാണ് പറയുന്നത്. കാരണം അത് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രീഫ് കേസിലായിരിക്കും.
പിന്നെ ഗാന്ധിജിയുടെ പ്രാർത്ഥനാ യോഗത്തിലെ ഗാന്ധിജിയുടെ പ്രസംഗം റെക്കോർഡ് ചെയ്തിരിക്കുന്ന പഴയ ഗ്രാമഫോൺ റെക്കോർഡ് ഡിസ്ക്, അതിൽ ഗാന്ധിജി ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന കണ്ണട, പിന്നെ ഏറ്റവും അമൂല്യമായിട്ട് പറയാവുന്നത് ഗാന്ധിജി വെടികൊണ്ട് വീണെടുത്ത് ഗാന്ധിജിയുടെ രക്തം വരേണ്ട കുറച്ചും വന്ന്. ഇത്രയും ഐറ്റംസാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള വേറെ ഐറ്റംസ് പറയുകയാണെങ്കിൽ ഗാന്ധിജി 3 പീരിയോഡിക്കൽസ് ഇറക്കിയിരുന്നു. അത് ഒന്ന് ഇറക്കിയത് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജിയിലൊക്കെയായിരുന്നു. അതിൻ്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ ആയിരുന്നു. അതിൻ്റെ കോപ്പി ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധിജി 2 പീരിയോഡിക്കൽസ് ഇറക്കിയിരുന്നു. ഒന്ന് ഹരിജൻ, മറ്റൊന്ന് യങ് ഇന്ത്യ. ഓരോ കൊല്ലം ഇറക്കിയിട്ടുള്ളത് ബാക്കി വരുന്ന ഇഷ്യൂസും കൊടുത്തിട്ട് ആ ഓരോ കൊല്ലത്തും മുഴുവൻ ഒന്നിച്ച് ബൈക്ക് ചെയ്തിട്ട് ഒരു പുസ്തകന്മാർ ഇറക്കുന്ന രീതിയുണ്ട്. അങ്ങനത്തെ കുറച്ച് വോളിയൂംസ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് വിറ്റുപോയിട്ടില്ല. അതല്ലാതെ മറ്റ് സാധനങ്ങളൊക്കെ ഞാൻ ഓപ്ഷൻ ചെയ്തു. അത് ഓപ്ഷൻ ചെയ്യാനുണ്ടായ കാരണം ഞാൻ ഈ സാധനങ്ങൾ എൻ്റെ ഈ പുരാവസ്തുക്കൾക്ക് ഒരു മ്യൂസിയം ഉണ്ടാക്കാനുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ മിനിമം 5 കോടി രൂപയ്ക്ക് കാണിയിരുന്നതാണ്. കാരണം കെട്ടിടം കൊടുത്താൽ മാത്രം പോരാ, ഈ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വരുന്നവർക്ക് വിശദമായിട്ട് കാണാൻ പറ്റണം, പക്ഷേ തൊടാൻ പറ്റില്ല. ആ മാതിരി ഗ്ലാസ്സൊക്കെ ഇട്ട് സേഫാക്കി വയ്ക്കാമെന്ന് പറയുമ്പോൾ മിനിമം ഒരു 5 കോടി രൂപയ്ക്ക് കാണേണ്ടി വരുന്നവർ പറഞ്ഞു. നമ്മൾ 5 കോടി പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ 10 കോടിയെങ്കിലും കാണണം. അതിന് എൻ്റെ കയ്യിൽ വഴിയുണ്ടായിരുന്നില്ല. എൻ്റെ മകന് ഇതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൈസ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഈ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഇംഗ്ലണ്ടിൽ ഓപ്ഷൻ വയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടത് എൻ്റെ മകനായിരുന്നു. മകൻ അമേരിക്കയിലുള്ളപ്പോൾ അവനെ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു. അപ്പോൾ അവർ തന്ന ധാരണ ഏകദേശം 100 കോടിക്ക് 200 കോടിക്ക് ഇടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറയാൻ അവർ കാരണം പറഞ്ഞത്, ഞാൻ ഇത് ഓപ്ഷൻ വയ്ക്കുന്നുണ്ട് 2 കൊല്ലം മുമ്പ് നമ്മുടെ വിജയമല്യ, ഇന്ന് ഇംഗ്ലണ്ടിൽ മുങ്ങി നടക്കുന്ന വിജയമല്യ ഗാന്ധിജി ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന 4 സാധനങ്ങൾ. തെളിവില്ല, പ്രൂഫില്ലാത്തതാണ്, പക്ഷേ ഗാന്ധിജി ഉപയോഗിച്ചിരുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് വാങ്ങിച്ചത് 12 കോടി രൂപ. അത് ലേലമായിരുന്നില്ല, ഡയറക്റ്റ് പർച്ചേസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എൻ്റെ ഈ സാധനങ്ങളുടെ വില അവർ ഏകദേശം കണക്കാക്കിയത്. എൻ്റെ സാധനങ്ങൾ ഓപ്ഷൻ വയ്ക്കാനും തീരുമാനിച്ചു. അത് കൂടുതൽ പൈസ കിട്ടാതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അതിന് തയ്യാറായത്. അത് ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ 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 കുറഞ്ഞ പൈസ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്നാൽ പിന്നെ ഞാൻ ഓപ്ഷൻ വേണ്ടാതിരിക്കുന്ന സാധനങ്ങൾ തിരിച്ചെടുക്കാമെന്ന് പറയാനും പോകത്തില്ല. കാരണം നമ്മളെ കമ്പനീനെ ഓതറൈസ് ചെയ്തിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ സാധനങ്ങൾ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, പ്രതീക്ഷിച്ച പൈസ കിട്ടുകയും ചെയ്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ മ്യൂസിയം ഉണ്ടാക്കുന്നതിൽ എൻ്റെ ആഗ്രഹം സഫലീകരിക്കില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. മാഷിന്റെ കൈവശം ഇപ്പോഴുള്ളതിൽ ഏറ്റവും പഴക്കമേറിയ, ഏറ്റവും അമൂല്യമെന്ന് ഇപ്പോൾ മാഷ് കരുതുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? അങ്ങനെ ചോദിച്ചാൽ എല്ലാം അതിൽ പെട്ടതാണെന്ന് പറയേണ്ടി വരും. എങ്കിലും എടുത്ത് പറയാവുന്ന സാധനങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യം തോന്നാവുന്നതും പഴക്കണ്ടെന്ന് തോന്നാവുന്നതുമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ ശ്രമിക്കാം. ഒന്ന്, ഈ ബൈബിളിന് 2 ഭാഗമുണ്ടെന്നുള്ള കാര്യമാണ്. പുതിയ നിയമം, പഴയ നിയമം. ഈ പഴയ നിയമത്തിൻ്റെ ആദ്യ രൂപം കിട്ടിയിട്ടുള്ളത് ചാവുകടലിനടുത്തുള്ള ഗുഹകളിൽ നിന്നാണെന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ ഡെഡ് സീ സ്ക്രോൾസ് എന്നാണ് പറയുന്നത്. ഡെഡ് സീ സ്ക്രോൾസ്, മലയാളത്തിൽ ചാവുകടൽ ചുരുളുകൾ എന്ന് പറയും. ഇത് ചുരുളുകളാണ്. ഇങ്ങനെ ഏകദേശം ഒരു 6 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ചുരുളകളാക്കി വയ്ക്കിട്ടുള്ളതാണ്. അത് കൽഭരണിയിലാണ് അതിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അത് എങ്ങനെ അവിചാരിതമായിട്ട് ഒരു ആട്ടിടയൻ ആട് വഴിതെറ്റി പോയപ്പോൾ ഉള്ളിൽ ചെന്ന് അങ്ങനെ അവിചാരിതമായിട്ട് കാണാറുള്ളതെന്നൊക്കെ പറയുന്നു. എന്തായാലും അതിൽപ്പെട്ട ഒരു പീസ് എൻ്റെ ആയിരിക്കും. അത് എനിക്ക് തന്ന ആൾ, ഇത് പുരാവസ്തു വെക്കുന്ന ആളുടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. അയാൾ പറഞ്ഞത് നമ്മുടെ എറണാകുളം ഭാഗത്ത് ചേന്നമംഗലം, അത് ചേന്നമംഗലൂരാണ് അതിൻ്റെ ഒരു സ്ഥലം. അവിടെ ഇവരുടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു, യഹൂദന്മാർ. അവർ നമ്മുടെ നാട് ഉപേക്ഷിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരും ലോകം മുഴുവനുള്ള യഹൂദരും ഇസ്രായേലിലേക്ക് പോകുന്ന കാലത്ത് അവർ പോകുമ്പോൾ അവരുടെ ഉണ്ടായിരുന്ന ഈ സാധനം അവർ അന്ന് വിറ്റ് അങ്ങനെ ഇയാളുടെ ഇത് കൈമാറി എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഒരു പീസ് ഉണ്ടായിരുന്നു. അത് ചുരുളാണ്. എനിക്ക് തന്നാൾ പറഞ്ഞത് അത് ആട്ടിൻ തോലാണ്, ഷീപ്പ് സ്കിന്നാണെന്ന് അയാൾ പറഞ്ഞത്. എനിക്ക് തന്നാൾ പറഞ്ഞത്. പക്ഷേ എൻ്റെ പരിശോധനയിൽ എനിക്ക് അത് ആട്ടിൻ തോലായിട്ട് തോന്നുന്നില്ല. അത് പേപ്പറസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് കടലാസിൻ്റെ ആദ്യ രൂപം പേപ്പറസിൽ എഴുതിയിട്ടുള്ള ഹീബ്രു ഭാഷയിലുള്ള ഒരു പീസായിട്ട് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ കയ്യിലുള്ള ഏറ്റവും അമൂല്യമായ വസ്തുക്കളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നതാണ്. മറ്റൊന്ന് പറയാവുന്നത്, ഇപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും. കാരണം ടിപ്പു സുൽത്താൻ്റെ പിന്നെ സിംഹാസനം എറണാകുളത്ത് നമ്മുടെ മാവങ്കലിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഇപ്പോൾ ടി വിയിലും പത്രങ്ങളിലൊക്കെ വരുന്നത്. അത് ആലപ്പുഴയിൽ ഒരു ആശാരി കൊണ്ടുണ്ടാക്കിച്ചാണ് അത്ര. എൻ്റെ കയ്യിലുള്ളത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചുള്ള പേരിങ്കയാണ്. അത് ആശാരി കൊണ്ടുണ്ടാക്കിച്ചുള്ളതല്ല, അത് കണ്ടാലറിയാം.
ആ പീരങ്കിക്ക് പ്രത്യേകം ഞാൻ പിന്നെ കേട്ടിട്ടുള്ളത് ടിപ്പു സുൽത്താൻ ഈ റോക്കറ്റൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട ഒരാളായിരുന്നു. റോക്കറ്റ് യുദ്ധരംഗത്ത് ആദ്യം ഉപയോഗിച്ച ടിപ്പു സുൽത്താൻ ആണെന്ന് കേൾക്കുന്നു. എന്തായാലും നാസ, അമേരിക്കയിലെ ഈ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അവർ ടിപ്പു സുൽത്താൻ അവിടെ വേണ്ട രീതിയിൽ ആദരിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ റോക്കറ്റിന് വിജ്ഞാതാവെന്നുള്ളത് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ടിപ്പുവിൻ്റെ ആദ്യകാലത്ത് പീരങ്കികളിലൊന്നും എൻ്റെ കയ്യിൽ. അതിന് രണ്ട് നിലയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒന്ന്, അതിൻ്റെ വലിപ്പം കുറവ്. നമ്മൾ സാധാരണ ഏത് മ്യൂസിയം കാണാൻ പോയാലും ആ മ്യൂസിയത്തിൻ്റെ പുറത്ത് ചക്രം വെച്ചുള്ള വണ്ടികളിൽ പീരങ്കികൾ ഫിറ്റ് ചെയ്തുള്ളത് കാണാം. അത് വേണമെങ്കിൽ ഒരു 6 അടി മിനിമം നീളം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിച്ചള കൊണ്ടാണ്, ബ്രോൺസ് ആയിരിക്കും അതൊക്കെ. എൻ്റെ കയ്യിലുള്ളത് ഇരുമ്പോട്ടുള്ള പീരങ്കിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇരുമ്പോട്ടുള്ള പീരങ്കി അപൂർവമാകാൻ കാരണം ഈ പീരങ്കികളൊക്കെ കിട്ടുന്നത് മണ്ണ് കിളയ്ക്കുമ്പോൾ വിചാരമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പിച്ചള കൊണ്ടുണ്ടാക്കിയുള്ള ഒരു സാധനം മണ്ണിൻ്റെ അടിയിൽ കിടന്നാൽ അത്ര കാലം കിടന്നാൽ അത് കേടുവരില്ല. അതേ സമയത്ത് ഇരുമ്പോട്ടുള്ളൊരു സാധനം മണ്ണിൻ്റെ അടിയിൽ കിടന്നാൽ ഏതാനും കൊല്ലം കൊണ്ട് തന്നെ അത് മിക്കവാറും ദ്രവിച്ചില്ലാതെയാവും. ഇത് അങ്ങനെ ഇരുമ്പോട്ടുള്ള സാധനം അപൂർവമായ സാധനങ്ങളിൽപ്പെട്ടുള്ള ഒന്നാണ് എൻ്റെ കയ്യിലുള്ള പീരങ്കി. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം രണ്ട് നിലയ്ക്കാണ്. ഒന്ന്, അതിൻ്റെ വലിപ്പക്കുറവ്, ഒരു 3 കിലോൻ്റെ അടി ഉണ്ടാവുള്ളൂ. അത്ര ചെറിയ പീരങ്കി കണ്ടല്ലോ എന്നാണ് ആർക്കിയോളജിയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാധാന്യം അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, അത് ഇരുമ്പോട്ടുള്ളതാണ്. ഇങ്ങനെ രണ്ട് നിലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു പീരങ്കി എൻ്റെ കയ്യിൽ. ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ നാട്ടിലെ 50കളുടെ അവസാനം അല്ലെങ്കിൽ 60കളുടെ ആരംഭത്തിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണമായത്. അതിനു മുമ്പ് ഇന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. അത് ഉപയോഗിക്കാൻ അവരുപയോഗിച്ചിരുന്ന ഇന്ധനം മണ്ണെണ്ണയായിരുന്നു. ഉദാഹരണമായിട്ട് ഫ്രിഡ്ജ് അന്ന് നിലവിലുണ്ടായിരുന്നു, അത് വർക്ക് ചെയ്തിരുന്നത് മണ്ണെണ്ണയിലായിരുന്നു. അതുപോലെ ഫാൻ, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ വർക്ക് ചെയ്യുന്ന ഫാൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇസ്തിരിപ്പെട്ടി, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടി. അതുപോലെ റൂം ഹീറ്റർ. ഇപ്പോൾ നമുക്കറിയാം, തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ആ മുറികളുടെ മൂലയ്ക്ക് ഒരു ഫർണസ് ഉണ്ടാവും, വിറക് കത്തിക്കുന്നത്. അതിന് പകരം കൊണ്ടു നടക്കാവുന്ന റൂം ഹീറ്റർ, അത് മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന അപൂർവ ചില സാധനങ്ങൾ എൻ്റെ കയ്യിൽ. മണ്ണെണ്ണ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ്, ഫാൻ, ഇസ്തിരിപ്പെട്ടി, റൂം ഹീറ്റർ. പിന്നെ വിളക്കുകൾ ധാരാളമുണ്ട് മണ്ണെണ്ണയിൽ വർക്ക്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഇതൊക്കെ കാലാഹരണപ്പെട്ടു. ഇതിനൊന്നും പിന്നെ പ്രാധാന്യമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ക്ലോക്കുകൾ, വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ. ഇന്ന് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ ആരും ഉപയോഗിക്കുന്നില്ല, കാരണം അതിന് ബുദ്ധിമുട്ടുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ക്ലോക്കുകൾ, വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾ, മെക്കാനിക്കൽ ക്ലോക്കുകൾ നമ്മൾ ചുമരുമ്പോൾ കുറച്ചിടുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി വളരെ പ്രധാനമാണ്. ഇടത്തോട്ടും വലത്തോട്ടും, മുമ്പിലേക്കും പിന്നിലേക്കും അത് 100% പെർപെൻഡിക്കുലർ ആയിരുന്നു മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അത് ലേശം ഒന്ന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലോക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഒരു ക്ലോക്ക് നമ്മൾ വാങ്ങിച്ച് ചുമരുമ്പോൾ കുറച്ചിടുമ്പോൾ അത് കൃത്യമായ പൊസിഷനിൽ വെച്ച് പ്ലംബിലൈൻ ഒരു നൂലിൻ്റെ അടുത്തൊരു വെയിറ്റ് കെട്ടിയിട്ട് അത് നോക്കി അത് വെച്ച് കഴിഞ്ഞിട്ട് ആ ക്ലോക്കിൻ്റെ പൊസിഷൻ ചുമരുമ്പോൾ പെൻസിലുകൊണ്ട് വരച്ച് വയ്ക്കുക. അന്നത്തെ രീതി എങ്ങനെയായിരുന്നു. അപ്പോൾ ലേശം നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പ്ലംബിലൈൻ ഇല്ലാതെ തന്നെ നമുക്ക് ആ വരയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ സാധിക്കും. അങ്ങനെ കൃത്യമായി അതിൻ്റെ ആ ലംബനില പരിപാലിച്ചാൽ മാത്രമേ ക്ലോക്ക് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ക്ലോക്ക് നിൽക്കും. പക്ഷേ കപ്പലിന് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, കപ്പലിൽ ഈ ക്ലോക്കിന് പെർപെൻഡിക്കുലർ ഇല്ല, കാരണം കപ്പലെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ കപ്പലിൽ ഉപയോഗിച്ചിരുന്നൊരു ക്ലോക്കിൻ്റെ കയ്യിലുണ്ട്, അതിന് പെറ്റിലുണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്നത് ബാലൻസ് വീലാണ്, വാച്ചിലുള്ള പോലെ ബാലൻസ് വീലാണ്. അങ്ങനെ ഒരു ക്ലോക്കുണ്ട്. പിന്നെ ക്ലോക്കുകളിൽ പല വിചിത്രമായ ക്ലോക്കുകൾ പണ്ടുണ്ടായിരുന്നു. കലണ്ടറുള്ള ക്ലോക്ക് ഉണ്ടായിരുന്നു, അതായത് ഓരോ ദിവസം കഴിയുമ്പോഴും ഡേറ്റ് കാണിക്കുന്ന ക്ലോക്ക്. അതുപോലെ സൈഡ് സെക്കൻഡുള്ള ക്ലോക്ക്, അതുപോലെ മ്യൂസിക് അടിക്കുന്ന ക്ലോക്ക്. അങ്ങനെ പല പ്രത്യേകതകളുള്ള ക്ലോക്ക് കൊണ്ടുണ്ടായിരുന്നു. അലാറമുള്ള ക്ലോക്ക്. ഇതൊക്കെ പഴയ വൈദ്യുത ക്ലോക്കുകൾ ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അങ്ങനെയുള്ള ക്ലോക്കുകൾ പലതുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള അപൂർവ സാധനങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെയുള്ളത് പെട്രോമാക്സുകളാണ്. ഈ പെട്രോമാക്സ്, ഇന്ന് പെട്രോമാക്സ് കാലഹരണപ്പെട്ട് ഇപ്പം ഗ്യാസിൻ്റെ ആയി കഴിഞ്ഞു. അതിന് മുമ്പുണ്ടായിരുന്നു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന പെട്രോമാക്സ്. അത് മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് പമ്പ് ചെയ്യണം. ഈ പമ്പ് ചെയ്യുന്ന പെട്രോമാക്സിന് മുമ്പുണ്ടായിരുന്ന പെട്രോമാക്സ് പമ്പ് ചെയ്യാത്ത തരമായിരുന്നു. അത് ഇന്ന് കണ്ടിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അന്ന് ഇതിൽ മണ്ണെണ്ണ ഒഴിച്ചിരുന്നത് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രാവിറ്റേഷൻ പുള്ളി കൊണ്ട്, ഭൂഗുരുത്വാകർഷണം കൊണ്ട് മണ്ണെണ്ണ താഴ്ത്തി വരും. അപ്പോൾ താഴെയാണ് അതിൻ്റെ ഈ കത്തുന്ന സാധനം വെക്കുന്നത്, മാൻഡിൽ പറയുന്ന സാധനം വെച്ചിട്ട് താഴ്ത്തായി. പക്ഷെ അത് കൊണ്ടു നടക്കുന്ന അസൗകര്യമായിരുന്നു, ഉയരം കൂടുതലേക്കായി. അത് ചെറുതാക്കി കൊണ്ടുവന്നപ്പോഴാണ്
മണ്ണെണ്ണ ടാങ്ക് അടിയിലായി. അപ്പോൾ പമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ പമ്പ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന പെട്രോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണിൻ്റെ ആദ്യകാലത്തെ രൂപം, അതായത് ഏറ്റവും ആദ്യത്തെ രൂപത്തിലുള്ള ഫോൺ, നമ്മൾ ചില പഴയ സിനിമകളിൽ പഴയ കാലം കാണിക്കുമ്പോൾ അത് സംസാരിക്കുന്ന പീസ് ഒന്ന്, ചെവിയിൽ ഇടുന്ന പീസ്, അങ്ങനെ 2 പീസായിരുന്നു. അത് പിന്നീട് ഒരൊറ്റ പീസായിട്ട് മാറി. അപ്പോൾ ഈ 2 പീസായിട്ടുള്ള ഫോണുണ്ട്. അത് കഴിഞ്ഞ് മറ്റ് പീസായിട്ട് ആണെങ്കിലും നമുക്ക് സംസാരിക്കണമെങ്കിൽ റിസീവർ എടുത്തു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് നമ്മളൊരു നമ്പർ ചോദിക്കും. നമ്പർ നമ്മൾ പറയണം, അപ്പോഴാണ് കണക്ഷൻ കിട്ടുക. ആ ഫോൺ പിന്നീട് നമ്മൾ ഡയൽ ചെയ്യുന്ന ഫോൺ, ബട്ടണിൽ തിരിച്ച് ഡയൽ ചെയ്യുന്ന ഫോൺ, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഫോൺ. അങ്ങനെ ആ ഫോണിൻ്റെ പല ഘട്ടങ്ങളിലുള്ള ഫോണുകളുണ്ട്. പിന്നെ ഈ ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പ് നമ്മൾ വീടുകളിൽ വെളിച്ചം കാണാൻ ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ്. അതിൽ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ പറയുന്ന സാധനം ചിമ്മിണി എന്ന് പറയും. അതായത് ചില്ലിൻ്റെ കോടയില്ലാത്ത മണ്ണെണ്ണ വിളക്ക്. അത് വെറുതെ ഒരു തിരിയിട്ട് കത്തിക്കുക, അപ്പോൾ പുകയ്ക്ക് വരും. അങ്ങനത്തെ ചിമ്മിണി പലതരമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ചിമ്മിണി നമ്മൾ മേശപ്പുറത്ത് അല്ലെങ്കിൽ താഴ്ത്തി വയ്ക്കുന്ന ചിമ്മിണി തറ ചിമ്മിണികളാണ്. അത് ചെറുതും വലുതൊക്കെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഉത്തര മലബാറിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ചിമ്മിണി കിണ്ടി വിളക്കെന്നാണ് പറയുക. അതായത് കിണ്ടിയുടെ രൂപത്തിൽ ഒരു മുരണ്ടൊക്കെയുള്ളതാണ്. അത് ചങ്ങലാമ്പ് കൊടുത്തിരുന്ന ചിമ്മിണി കിണ്ടി വിളക്കെന്ന് പറയും. അത് 1 തിരി 2 തിരി 3 തിരി അങ്ങനെ പറയാറുണ്ടായിരുന്നു. അങ്ങനത്തെ പല വകുപ്പിൽ പണ്ടുള്ള ചിമ്മിണികളുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള അപൂർവമായിട്ടുള്ള സാധനം പറയാവുന്നത് വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങൾ മെയിനായിട്ട് 3-4 തരമാണ്. 1 കരിങ്കലിൻ്റെ വിഗ്രഹങ്ങൾ, 2 മാർബിളിൻ്റെ വിഗ്രഹങ്ങൾ, 3 മരം കൊണ്ടുള്ള വിഗ്രഹങ്ങൾ, പിന്നെ ലോഹം കൊണ്ടുള്ള വിഗ്രഹങ്ങൾ. ഈ ലോഹം കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ആദ്യകാലത്തെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പഞ്ചലോഹം കൊണ്ടാണ്. പിന്നീട് അത് പിച്ചളയും. അപൂർവം ചില വിഗ്രഹങ്ങൾ മരത്തിൻ്റെ ഉണ്ട്, ഇരുമ്പിൻ്റെ ഉണ്ട്. ഇരുമ്പിൻ്റെ ഹിന്ദു ദൈവങ്ങൾ വളരെ അപൂർവമാണ്. കാരണം ഇരുമ്പോട് സാധനം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇരുമ്പോടുള്ള അപൂർവം ചില ഹിന്ദു ദൈവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള അപൂർവമായ സാധനങ്ങൾ പറയുകയാണെങ്കിൽ പോർസ്ലൈൻ ഐറ്റംസാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഴയ വസിപ്പിഞ്ഞാണെന്ന് പറയുന്ന താഴത്ത് വീണ ഉടയുന്ന പാത്രങ്ങൾ, ആ വീട്ടിൽ പെട്ടുള്ള പാത്രങ്ങൾ, പ്ലേറ്റുകൾ, ഭരണികൾ. അത് ഉടഞ്ഞു കഴിഞ്ഞാൽ ആ ഉടഞ്ഞ ഭാഗത്തിൻ്റെ നിറം വെളുപ്പ് നിറമായിരിക്കും. അപ്പോൾ നമ്മൾ മൺപാത്രങ്ങൾ ഉടഞ്ഞു കഴിഞ്ഞാൽ പശുവിനുണ്ടാക്കിയ മൺപാത്രം ഉടഞ്ഞാൽ ചുവപ്പ് നിറമാണ് ഉണ്ടാവും. ഇത് വെളുത്തൊരു തരം മണ്ണാണ്. അതിന് പോർസ്ലൈൻ അല്ലെങ്കിൽ സെറാമിക് എന്നൊക്കെ പറയും. അത് പഴയതിനെ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത പോലത്തെ വിലയാണ്. നമുക്ക് ഒരു നിരക്കും ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഇപ്പോൾ നമ്മുടെ പുഴയ്ക്കലൊക്കെ കാണാം ഈ പോർസ്ലൈൻ പാത്രങ്ങളൊക്കെ മറ്റുള്ള കാണാം. അതിലേറ്റവും മനോഹരമായിട്ടുള്ളൊരു ഫ്ലവേഴ്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു 500-600 രൂപ വരെ വരും. നല്ല ഭംഗിയുള്ളത്. അതേ സമയത്ത് അതിൽ ചെറിയ ഒരു പോർസ്ലൈൻ്റെ ഒരു പൂപ്പാത്രം ഒരു 10-15 കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിൽ ഓപ്ഷൻ ചെയ്തത് 310 കോടി രൂപയ്ക്കാണ്. നമുക്ക് ഒരു നിലയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ പേപ്പർ കട്ടിങ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് 310 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ കമ്പനിയുടെ കമ്മീഷനും മറ്റു ചിലവുകളൊക്കെ കഴിഞ്ഞ് ഈ സാധനം വാങ്ങുന്ന ആളുടെ വീട്ടിലെത്തുമ്പോൾ അതിന് 400 കോടിയുടെ അടുത്ത് വരുന്നവരുണ്ട്. നമുക്ക് ഒരു നിലയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. താഴ്ച പൊട്ടിത്തകരും. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പാത്രം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ ആൾക്കാർ കാണുന്നിടത്ത് വെക്കാൻ തോന്നില്ല. കാരണം അത് മുഷിഞ്ഞ് മഞ്ഞ് കുറഞ്ഞ രൂപമാണ്. പക്ഷേ ഇതിന് വിദേശത്ത് ഭയങ്കര വില. ഈ പുരാതന വസ്തുക്കളുടെ വിലയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ വില പോകുന്നത്. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഗയാന സ്റ്റാമ്പ് എന്നൊരു സ്റ്റാമ്പുണ്ട്. അതായത് ഗയാന ദ്വീപിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു അത്. അവിടെ ഉപയോഗിച്ചിരുന്നൊരു സ്റ്റാമ്പ്. അത് ഇൻ്റർനെറ്റ് നോക്കിയാൽ ആ സ്റ്റാമ്പ് അവസാനം ഓപ്ഷൻ ചെയ്തത് 27 കോടി രൂപയ്ക്കാണ്. ഇത്ര പോകുന്ന ഒരു കഷ്ണം കടലാസ്, മോശം കടലാസ്, മോശം പ്രിൻറ്റിങ്. ആ സ്റ്റാമ്പ് വില വിളിച്ചത് 27 കോടി രൂപയ്ക്കാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ പുരാവസ്തുക്കളുടെ വിലയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണം പറയുന്നത് വയലിൻ, സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഈ വയലിൻ, പുതിയൊരു വയലിൻ ഇന്ന് നമുക്ക് ചൈനീസ് വയലിൻ ഒന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു 2000-3000 ഇടയ്ക്ക് രൂപ കൊടുത്താൽ നല്ല ഒന്നാന്തരം വയലിൻ വാങ്ങാൻ പറ്റും. അതേസമയത്ത് ഒരു 25 കൊല്ലം മുമ്പ് ഒരു പഴയ വയലിൻ ലേലം വിളിച്ചത് 95 കോടി രൂപയ്ക്കാണ്. 95 കോടി രൂപ. ആ വയലിന് പേര് പറയുന്നത് സ്ട്രാഡിവാരീസ് എന്നാണ്. അത് ഒരാളുടെ പേരാണ്, ഒരു ഇറ്റാലിയനാണ് അത് ഉണ്ടാക്കിയത്. അയാളുടെ പേര് അന്റോണിയോ സ്ട്രാഡിവാരീസ് എന്നാണ്. അതുകൊണ്ട് അയാളുണ്ടാക്കിയ വയലിൻ അറിയപ്പെടുന്നത് സ്ട്രാഡിവാരീസ് എന്നുള്ള പേരിലാണ്. ആ വയലിൻ ഇന്ന് വളരെ അപൂർവമാണ്. ആ വക വയലിൻ്റെ വിലയാണ് പറഞ്ഞത്. അപ്പോൾ ആ വയലിൻ മാത്രമല്ല, അതുപോലെ പഴയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ പഴയ സാധനങ്ങൾ ഏതായാലും നമ്മുടെ നാട്ടിൽ
പണ്ടൊരു ചൊല്ലി ഞാൻ കണ്ടിട്ടുണ്ട്, 5 ആണ്ട് കഴിഞ്ഞാൽ മഞ്ചാടിക്കും കാശുണ്ട്. അത് പഴക്കം വന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടും. പക്ഷെ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത പോലത്തെ വിലയാണ് വിദേശ രാജ്യങ്ങളിൽ ഈ വക സാധനങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഹോൾസെയിലിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ അപൂർവമായിട്ട് എൻ്റെ എടുത്തു പറയാവുന്ന സാധനങ്ങളെടുക്കണം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 13ഓളം ഐറ്റംസ് ബ്രിട്ടീഷ് ഒരു ലേല കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ലേലം നടത്തി എന്ന് നമുക്ക് മാഷ് പറഞ്ഞ് അറിയാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരത്തിൽ വീണ്ടും ഒരു ലേല നടപടിയുമായി ആലോചിച്ച് മാഷ്ക്ക് സ്വന്തമായി തന്നെ ഇത് ഇപ്പോൾ കേട്ടിടത്തോളം അമൂല്യമായ ഒട്ടേറെ വസ്തുക്കൾ മാഷുടെ ശേഖരത്തിലുണ്ട് എന്ന് ശരിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ലേല നടപടിക്ക് മാഷക്ക് ആലോചിച്ച് കൂടെ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ. അതിന് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഗാന്ധി ഐറ്റംസ് ഓപ്ഷൻ കഴിഞ്ഞ് അതിൻ്റെ വാർത്ത പുറത്ത് വന്നപ്പോൾ പാർലമെൻറ്റിൽ ചോദ്യം വന്നു. അത് പിന്നെ MP-മാരെ പ്രകോപിപ്പിച്ചത് ഗാന്ധിജിയുടെ രക്തം പുരണ്ട മണ്ണ് ഇതേവരെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇതിൽ പുറത്ത് വന്നവരെ ആരെ വിളിച്ചു. ഞാൻ അന്ന് പത്രവാർത്തയിൽ ഞാൻ വായിച്ചത് സോണിയാഗാന്ധിയുടെ അതിർത്തി നമ്മുടെ മന്ത്രിമാരെ അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്. ഗുലാം നബി ആസാദാണ് അതിന് പാർലമെൻറ്റിൽ ഉത്തരം പറഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളിത് അറിഞ്ഞിരുന്നെങ്കിൽ അത് ഏറ്റെടുക്കാൻ നോക്കുമായിരുന്നു, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അറിഞ്ഞില്ല അത് പറയുന്ന കാരണം അത് ഇവർ ഇൻ്റർനെറ്റിലും അതുപോലെ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തിരുന്ന പറയുന്നത്. അവരുടെ അതിൻ്റെ ബ്രോഷറൊക്കെ എനിക്ക് അയച്ചുന്നുണ്ട്. എന്തായാലും സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അത് എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്തായാലും അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജി ഇറക്കിയിരുന്ന ഇന്ത്യയിൽ നിന്ന് ഇറക്കുന്ന 2 പീരിയോഡിക്കൽസിൻ്റെ ഇയർലി വോളിയംസ് കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. ഈ പുരാതന വസ്തുക്കൾ ലേലം വിളിക്കുന്ന കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മാവുങ്കലിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിദേശത്ത് വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം വെറുതെ നുണ പറയുന്നതാണെന്ന്. കാരണം ഒരു നിയമ പ്രശ്നമുണ്ട്. 100 കൊല്ലത്തിന് കൂടുതലുള്ള സാധനങ്ങളൊന്നും ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ പാടില്ല. 100 കൊല്ലത്തിന് കൂടുതൽ പഴക്കമുള്ള സാധനം എന്ന് പറയുമ്പോൾ ഒരു സാധനം, അതായത് സ്റ്റാമ്പായാലും കോയിൻസ് ആയാലും പുരാവസ്തുക്കളായാലും പുസ്തകമായാലും 100 കൊല്ലത്തിന് കൂടുതൽ പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന വിദേശത്തേക്ക് പോകാൻ പാടില്ല എന്ന് നിയമം നിലവിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിദേശത്ത് കൊണ്ടുപോയി ഇത് വിറ്റു. അദ്ദേഹത്തിന് 1,62,000 കോടി രൂപ അവിടെ നിന്ന് കിട്ടാനുണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇപ്പോൾ പത്രത്തെ വാർത്ത അനുസരിച്ച് അദ്ദേഹം നാളെ പറഞ്ഞതാവണം. അപ്പോൾ വിദേശത്ത് നിന്ന് വിൽക്കുന്നതിന് ഇങ്ങനെ നിയമതടസ്സം. അങ്ങനെയാണെങ്കിലും മാഷ കയ്യിൽ 100 കൊല്ലം എത്താത്ത എന്നാൽ അപൂർവമായ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെന്ന് ഇപ്പോൾ മാഷ് പറഞ്ഞു. അപ്പോൾ അത് ലേലം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം 100 കൊല്ലം എത്താത്ത സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഈ സാധനങ്ങളൊക്കെ മിക്കവാറും 100 കൊല്ലത്തിന് കൂടുതൽ പഴക്കമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാനായിട്ട് ഇന്ന് നിലവിലുള്ള സമ്പ്രദായം കാർബൺ 14 ടെസ്റ്റാണ്. ഈ കാർബൺ 14 ടെസ്റ്റ് എല്ലാ പുരാവസ്തുക്കളിലും പ്രായോഗികമല്ല. അതിൽ കാർബൺ കണ്ടൻറ്റ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. കാർബൺ കണ്ടൻറ്റ് ഉണ്ടെങ്കിലാണ് അതിൽ ഈ കാർബൺ 14 ടെസ്റ്റ് അതിൻ്റെ ഫലസിദ്ധി വിശ്വസിക്കാവുന്ന രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതില്ലാത്ത സാധനങ്ങളെ സംബന്ധിച്ച് ഇതിൽ പരിചയമുള്ളവർക്ക്, പുരാവസ്തുക്കളായിട്ട് പരിചയമുള്ളവർക്ക് ഒരു പഴയ സാധനം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പഴക്കം അവർക്ക് ഒറ്റനോട്ടത്തിലുള്ള പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പത്രത്തിൽ ഞാൻ എപ്പോഴും പറയുന്നതിൽ വർഷം വിചാരിക്കുന്നത് മാവുകളുടെ പ്രശ്നമാണ് സജീവമായി നിൽക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ആചാര്യയെ കൊണ്ട് ഒരു വടി ഉണ്ടാക്കിച്ചിട്ട് അത് മൂശയുടെ അംശവടിയാണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ TV-യിലെ മറ്റേ ഇതിലെ ഇൻ്റർനെറ്റിലെ ഒറ്റ കണ്ടു. അത് കണ്ട ഒറ്റനോട്ടത്തിൽ കൊച്ചുകുട്ടികൾക്ക് അറിയാം അതിന് ഒരു 6 മാസത്തിന് കൂടുതൽ പഴക്കമില്ലാന്ന്. കാരണം അതങ്ങനെ പോളിഷ് ചെയ്ത് നല്ല പുതിയ സാധനം. മോശ തന്നെ ചരിത്ര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാലത്തെക്കുറിച്ച് ആർക്കറിയാം. അദ്ദേഹത്തിന് നമ്മൾ പഴയ നിയമത്തിലാണ് കേൾക്കുന്നത് അംശവടി, മോശയുടെ വടി. അപ്പോൾ ആ വടി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പുതിയ വടി കാണിക്കുമ്പോൾ അത് എങ്ങനെ മനുഷ്യൻ വിശ്വസിക്കാമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ പോർസലൈനിൽ ഏറ്റവും പഴക്കം കൂടിയത് ബ്ലൂ പോട്ടറി എന്ന് പറയുന്നതാണ്. അതിൻ്റെ നിറം ബ്ലൂ, വെള്ളയിൽ ബ്ലൂ ചിത്രപ്പണികളുള്ളതുകൊണ്ടാണ് അതിന് ബ്ലൂ പോട്ടറി എന്ന് പറയുന്നത്. നമ്മുടെ മട്ടാഞ്ചേരിയിൽ സിനഗോഗ് കാണാൻ പോയിട്ടുണ്ടാവും. സിനഗോഗ് കാണാൻ പോയി കഴിഞ്ഞാൽ ആ ഗൈഡ് ഗൈഡ് നിർബന്ധമായിട്ട് കാണിച്ചു തരുന്ന ഒരു സാധനമുണ്ട്. അവരുടെ അടിയിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ്, ആ ടൈൽസ് വെള്ളയിൽ നീല നിറത്തിലുള്ള ചിത്രപ്പണികളാണ്. അത് ഈ ബ്ലൂ പോട്ടറിയിൽ പെട്ടുള്ള സാധനമാണ്. അത് എൻ്റെ പ്രത്യേകത അത് ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നീല ചായ അല്ല, കോബാൾട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്. ഈ കോബാൾട്ട് ഈ സാധനം വേവിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതിന് ഉയർന്ന ഉഷ്മാവ് വരുമ്പോൾ അത് നീല നിറമായിട്ട് മാറുന്നതാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കളറായിട്ട് കൊടുക്കുന്നതല്ല.
അതിന് മൊത്തത്തിൽ പറഞ്ഞത് ബ്ലൂ പോട്ടറി എന്നാണ് പറയുന്നത്. ആ ബ്ലൂ പോട്ടറി വകുപ്പിൽ പെട്ടിട്ടുള്ള ഒരു ഫ്ലവർ വൈസ് ഓപ്ഷൻ ചെയ്ത പത്ര റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. 110 രൂപയ്ക്ക് ഓപ്ഷൻ ചെയ്തു. ആ വകുപ്പിൽപ്പെട്ട 4 ഭരണികൾ എൻ്റെ കയ്യിലുണ്ട്. 2 വലുതും 2 ചെറുതും. ഭരണി എന്ന് പറയുമ്പോൾ അത് ഇൻടാക്റ്റാണ്, മൂടി അടക്കമുണ്ട്. സാധാരണ നമുക്ക് പഴയ സാധനങ്ങൾ അങ്ങനെ കിട്ടില്ല. അത് വാസ്തവം പറഞ്ഞാൽ ഈ ഫ്ലവർ വൈസിനേക്കാൾ കൂടുതൽ വിലയൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളാണത്. അത് ചൈനയിൽ മിങ് ഡൈനാസ്റ്റി കാലത്ത്, മിങ് രാജവംശത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ സാധനങ്ങൾക്ക് കിട്ടാവുന്ന വില കൂടുതൽ കിട്ടാവുന്ന സാധനങ്ങൾ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർത്തമാനകാലത്ത് മോൻസനെ പോലെയുള്ള തട്ടിപ്പുകാർ പോലീസിൻ്റെ കാവലും അതുപോലെ 8 ബ്ലാക്ക് കാറ്റ്സും ഒക്കെ തോക്കും ആയുധങ്ങളുമായും ഒക്കെ കാവൽ നിൽക്കുന്നു. ഏതിന്? മോശയുടെ 6 മാസം മുമ്പ് ഉണ്ടാക്കിയ വടിക്ക് പോലും കാവൽ നിൽക്കുന്ന ഈ കാലത്ത് ഇത്രയധികം വിലമതിക്കാനാവാത്ത, ഒരുപക്ഷെ 10,000 കോടിയെങ്കിലും വിലമതിക്കേണ്ട വസ്തുക്കളുമായി മാഷ് ഒരു സുരക്ഷിതത്വമില്ലാതെ ഇങ്ങനെ കഴിയുന്നതിനെക്കുറിച്ച് മാഷക്ക് എന്താണ് പറയാനുള്ളത്? മോൺസണായിട്ട് തന്നെ താരതമ്യം ചെയ്യുന്നത് ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ മോൺസൺ ഈ ഓരോ ബോണ്ടത്തരങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ തയ്യാറായിട്ട് കാശ് കൊടുക്കാനാണ് ആൾക്കാരുണ്ടായിരുന്നത്. പറ്റിക്കലാണ്, അത് ശരി, വേറെ കാര്യം. 10 കോടിയെന്നും പിന്നെ 16 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് കാശ് തരാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ ഞാൻ തന്നെയുള്ളൂ. പിന്നെ സാധാരണ രീതിയിൽ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പട്ടി അതിൻ്റെ മക്കളുണ്ട്, അങ്ങനെ ഒരു 4 നായ്ക്കളുണ്ട്, പിന്നെ ക്യാമറ വീട്ടിൽ ചുറ്റും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ചുരുങ്ങിയ വരുമാനം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ നമുക്കിവിടെ ശമ്പളം കൊടുത്ത് ആളെ കാവൽ നടത്താനുള്ള സാഹചര്യം അതിനുള്ള വരുമാനമൊന്നും എനിക്കില്ല. അതുപോലെ ഇപ്പോൾ മോൺസൺ ചെയ്ത പോലെ എനിക്കിത് വിറ്റ് കാശുണ്ടാക്കുന്ന രീതിയില്ല. ഒന്നിച്ച് ആർക്കും തീരണം കൊടുക്കാന്നല്ലാതെ കൊണ്ട് ഏതെങ്കിലും സാധനം വിറ്റിയ കാശ് ആ പരിപാടി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മോൺസനെ താരതമ്യം ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെടുകയാണ്. ഒരു പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ സർക്കാരുകളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഒരു നിലയിൽ ഇത്രയും വലിയ ഒരു പുരാവസ്തു ശേഖരവുമായി നിൽക്കുന്ന ആൻ്റണി മാസ്റ്റർക്ക് ആവശ്യമായ സംരക്ഷണം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലേ? ബാധ്യതയുള്ളതാണ്. ഞാൻ ചോദിക്കാതെ തന്നെ അവർ സംരക്ഷണം തരേണ്ടതാണ്. കാരണം ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം എൻ്റെ കയ്യിലുള്ള ഈ കളക്ഷൻ്റെ വിവരം. അവർക്ക് അറിയാവുന്നതാണ്, അറിയാത്ത കാര്യമില്ല. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഞാൻ ഒരു വെപ്പൺ, അതായത് ഒരു തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ചോദിച്ചാൽ ഒരു പ്രയാസം ലൈസൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് തോക്ക് ഉപയോഗിക്കലും പഠിക്കാനൊന്നും എനിക്ക് സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് പഠിക്കാനൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ നമ്മളെ കഴിഞ്ഞ് വെച്ചാൽ അവർക്ക് പ്രയോജനപ്പെടുകയും വരുന്നവർക്ക് അവർക്ക് തട്ടിപ്പറിക്കാൻ പറ്റും. കാരണം എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, വയസ്സ് 80ആയി. അപ്പോൾ അങ്ങനെയൊക്കെ പോകണോ, ഒരു വിശ്വാസം അങ്ങനെ പോകണോ. പിന്നെ അടുത്ത വീടുകളൊക്കെ ഉണ്ട്, റോഡ് സൈഡാണ്. ഇതൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി അതിവിരുദ്ധന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു തടയല്ല. എങ്കിലും ഈ പറഞ്ഞ മാതിരി ഒരു വിശ്വാസം അങ്ങനെ പോകണു.